Ganganathar Jewellers. മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കോടതിക്ക് നേരിട്ട് തെളിവ് നൽകാമെന്നും മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യ, ഈ വിജിലൻസ് അന്വേഷണം വേണമെന്ന നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു മാറ്റം എന്തിനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടോ? ഭദ്ര മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾ വീണ വിജയനും ഈ കരിമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിൽ പ്രതിഫലം ലഭിച്ചു എന്നായിരുന്നു കുഴൽനാടൻ നൽകിയ ഹർജിയിലെ പ്രധാന ആരോപണം. ഇവർ ഉൾപ്പെടെ മറ്റ് 7 പേർക്കെതിരെയും കോടതിയിൽ കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ഹർജിയിൽ ഇന്ന് വിധി പറയാനിരിക്കെയാണ് ഇത്തരത്തിൽ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഈ ഒരു കേസ് കോടതി നേരിട്ട് പരിശോധിക്കാൻ മതി എന്ന ഒരു ആവശ്യമാണ് മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഈ കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നേരത്തെ മാത്യു കുഴൽനാടൻ കോടതിയിൽ നൽകിയിരുന്നത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണം എന്നായിരുന്നു നേരത്തെ ഉന്നയിച്ച ആവശ്യവും. എന്നാൽ ഈ മാസപ്പടി കോടതി നേരിട്ട് കേസെടുത്താൽ മതി എന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് അതേസമയം തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഈ നിലപാട് മാറ്റം അതേസമയം ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കുന്നതാണെന്നാണ് വിജിലൻസ് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വിധി പറയുന്നതിനായി കോടതി ഹർജി മാസം 12-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭദ്ര. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന നിലപാട് മാറ്റിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം. കോടതിക്ക് നേരിട്ട് തെളിവുകൾ നൽകാമെന്നും കുഴൽനാടൻ കോടതിയിൽ പറയുന്നുണ്ട്. ഇന്ന് എന്തായാലും നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവം നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു മാറ്റം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. CPIM-ന് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM-ന് അതിന്റെ ആവശ്യമില്ല. കള്ളപ്പണം സ്വീകരിക്കുന്ന